ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ഐറ്റം ആയിട്ടല്ല ഇന്ന് വന്നിട്ടുള്ളത്, അതുക്കും മേലെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വിയറ്റ്നാം റെഡ് ജാക്ക് അതിൻ്റെ ഒരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കാഴ്ചയാണ് ഈ കാണുന്നത്. പ്ലാവിൻ്റെ ഹൈറ്റും അതുമുണ്ടായിട്ടുള്ള ചക്കകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് ഒരു ചക്ക ഇട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ചക്കയാണ്, സൂപ്പർ സാധനമാണ്. ഞാനിപ്പോൾ അതൊന്ന് കൊട്ടി നോക്കി അപ്പോൾ അത് മൂത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ചക്ക ഇട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇട്ടപ്പോൾ അത് ഇച്ചിരി വിണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ചുള അങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ് സംഭവം മൂത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടു. എന്നിട്ട് നമുക്ക് ഇനി അത് തന്നെ ഒന്ന് മുറിച്ച് നോക്കാം. അത് കേടൊന്നും ഇല്ല കേട്ടോ ചക്ക. അപ്പോൾ അതേ ഞാനത് മുറിക്കുകയാണ്. മുറിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ കളർ അങ്ങോട്ട് നമുക്ക് കാണുമ്പോണ്ടല്ലോ, നമ്മുടെ കണ്ണങ്ങോട്ട് ബൾബാവെന്ന് പറയില്ലേ, അമ്മാരി കളറാണത്. സാധനത്തിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ അതിലേറെ ടേസ്റ്റും. അപ്പോൾ ഈ ചക്കരതേ 11 ചോളം ഞാൻ എടുത്തു. ഇതിനധികം മുളഞ്ഞൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കഴിച്ച് നോക്കി. ചെറിയൊരു ഇതായിട്ടുള്ള മുളഞ്ഞിനുള്ളൂ. നമ്മുടെ നാട്ടിൽ ചക്കയൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ മുളഞ്ഞിട്ടുണ്ട്. ഇതിന് മുളഞ്ഞൊന്നും അങ്ങനെ കണ്ടില്ല, ഇത്രയുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ വിചാരിച്ചത്. അതിൻ്റെ കൂനൊക്കെ മുറിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ പറിച്ചിട്ട് വയ്ക്കാൻ പോവാണ്. കൂന് മുറിച്ചത് വിടർത്തിയപ്പോൾ ഒന്നും കൂടി വളരെയധികം മനോഹരം നമുക്ക് കാണാനായിട്ട്. ആ റെഡ് കളർ അങ്ങോട്ട് നമ്മുടെ കണ്ണിലങ്ങോട്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. ചക്ക എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ചക്ക. അതിൻ്റെ അതുപോലെ തന്നെ അതുമ്മേ നമ്മൾ പറിക്കുമ്പോൾ അതിൻ്റെ ചകിണി അതുണ്ടല്ലോ, അതും കൂടി വീതിയിലുള്ള ചകിണികൾ അതിന്മേൽ നിറയെ ഉണ്ട്. അതും കഴിക്കാം, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ചക്കയും കഴിക്കാം. ഇതിൻ്റെ ഒന്നും നമുക്ക് കളയാനായിട്ടില്ല ശരിക്കും പറയാച്ചാൽ. ഇനിയിപ്പോൾ അതിൻ്റെ ചക്കക്കുരു ആണെങ്കിലും നമുക്ക് കറി വെച്ച് കഴിക്കാം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചക്കക്കുരു കഴിക്കുന്നില്ല, പക്ഷേ അതൊക്കെ കഴിക്കുന്നതാണ് പറയണത്. കണ്ടത് ഞാൻ അതിൻ്റെ ചകിണിയൊക്കെ വീതിയുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുരു ഞാനിത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറി വെച്ച് കഴിക്കാൻ പോലെ ചീരയിലോ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയിലോ പരിപ്പിലോ അങ്ങനെ ഇഷ്ടം പോലെ മാങ്ങ, പരിപ്പ്, ചക്കക്കുരു അതൊക്കെ ആയിരുന്നല്ലോ പണ്ടത്തെ നമ്മുടെ കറികൾ. അപ്പോൾ അതൊക്കെയും നമുക്ക് വേണമെങ്കിൽ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഈ സംഭവം എന്തായാലും വിയറ്റ്നാം റെഡ് ജാക്ക് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ചോദിച്ച് അതിൻ്റെ ഒരു പ്ലാവിൻ്റെ ഒരു തൈ മേടിച്ച് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് കഴിക്കാൻ പറ്റും. അടിപൊളി ചക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.